നമുക്കൊപ്പം പ്രദേശവാസിയായ ശ്രീകുമാർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീകുമാർ, എത്ര ദിവസമായി അവിടെ കൃത്യമായി വെള്ളം മുടങ്ങിയിട്ട്? വെള്ളം വീട്ടിലെല്ലാം വെള്ളം ഉണ്ടായിരുന്നു കുറച്ച് ദിവസമായി. പക്ഷെ ഇന്നലെ വാട്ടർ അതോറിറ്റിയുടെ കംപ്ലീറ്റ് എല്ലായിടത്തും മണക്കാട് ജംഗ്ഷൻ മുതൽ കൊഞ്ചിറവിള വരെ 12ഉം 13ഉം ടാപ്പ് വെച്ചിട്ടുണ്ട്. ഇതിലൊന്നും ഇന്നലെ മനഃപൂർവ്വമായിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വെള്ളമില്ല. ഇന്നലെ മുതൽ വെള്ളം വരുന്നില്ല. വരുന്നില്ല. ഇവിടെയൊക്കെ പൊങ്കാലയിടാനൊക്കെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ശ്രീകുമാർ, ഈ പ്രദേശം എനിക്കറിയാവുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ പൊങ്കാലയിടാനായിട്ടൊക്കെ എല്ലാ വർഷവും ആളുകൾ വരുന്നതാണ്. അവിടേക്കുള്ള വീടുകളിൽ വന്ന് താമസിച്ചൊക്കെ പൊങ്കാല ഇടുന്നതാണ്. എറണാകുളം, കായംകുളം, ഓച്ചിറ, കരുനാഗപ്പള്ളി ഈ ഭാഗങ്ങളിലുള്ള ആളുകൾ വളരെ വർഷങ്ങളായി 10-12 വർഷമായി കണ്ടിന്യൂസ് ആയിട്ട് വരുന്നവരാണ്. അപ്പൊ അവർ ഓരോ വർഷം അവർ വരുമ്പോൾ കൂടുതൽ ആളുകൾ കൊണ്ടുവരുന്ന പ്രദേശവും കൂടെയാണ്. അവരെല്ലാവരും അപ്പോൾ ഇന്ന് രാവിലെ കുളിക്കാനും ഒക്കെ ബുദ്ധിമുട്ടി കാണുമല്ലോ. അതെ, ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ നമ്മുടെ വീടുകളിൽ ടാങ്ക് ഉള്ളത് കൊണ്ട് അത് നിറച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് അവർക്ക് കുളിക്കാൻ സാധിക്കും. ഇപ്പോൾ ആ പ്രദേശത്ത് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? അതോ ഈ വെള്ളം ഇനി എത്തണമെങ്കിൽ? ഇതുവരെ ഒന്നും പരിഹാരം കണ്ടിട്ടില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് അധികൃതരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ശ്രീകുമാർ എന്ന പ്രദേശവാസിയാണ്. കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിന്റെ അങ്ങേ വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇതുവരെ മനഃപൂർവ്വം ചെയ്യുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങനെ കരുതണ്ട, മനഃപൂർവ്വം ആയിരിക്കില്ല, നമുക്ക് അങ്ങനെ കരുതാം. നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ അങ്ങനെയുള്ള ഒരു നെഗറ്റീവായി പറയണ്ട. നമുക്ക് എന്താണ് പ്രശ്നമെന്ന് നോക്കിയത് പരിഹരിക്കാം. ശ്രീകുമാർ, പരിഹാരമാണല്ലോ ആവശ്യം. സംഭവിക്കുന്നത് 3ാമത്തെ വർഷമാണ് ഇത് സംഭവിക്കുന്നത്. പൊങ്കാലയുടെ സമയത്ത് തന്നെയാണ് സംഭവിക്കുന്നത് അല്ലേ? അതെ. നമുക്ക് നോക്കാം എന്താണ് എന്ന് നോക്കാം. ഇപ്പോൾ സുരേഷുമായി ഞങ്ങൾ സംസാരിച്ചിരുന്നു, കെ സുരേഷുമായി, നിങ്ങളുടെ കൗൺസിലറുമായി സംസാരിച്ചിരുന്നു. റഹീസ് റഷീദ് തുടരുന്നുണ്ട്. റഹീസ്, എല്ലാ വർഷവും ഈ സമയമാകുമ്പോഴേക്കും വെള്ളം പെട്ടെന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് ശ്രീകുമാർ പറഞ്ഞത്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നതുകൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു ആരോപണം അതാണ്. റഹീസ്, നമ്മൾ തൊട്ടടുത്തുള്ള ആ ഒരു വീട്ടിലേക്ക് കയറി നോക്കിയതായിരുന്നു. വെള്ളം ഇല്ല എന്ന പ്രശ്നം ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. ഇവരെ സംബന്ധിച്ച് ഇന്നലെ തൊട്ട് വെള്ളമില്ല. എങ്ങനെയാ ഇന്നലെ തൊട്ട് വെള്ളമില്ലേ? ഇന്നലെ രാത്രി സന്ധ്യ തൊട്ട് വെള്ളം വരുന്നില്ല പൈപ്പില്. പിന്നെ ടാങ്കിലുള്ള കുറച്ച് വെള്ളം അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ പൈപ്പിൽ കൂടെ നോർമൽ വാട്ടർ വരുന്നില്ല. ഈ പൊങ്കാല ഇടാൻ വരുന്ന ആളുകൾ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ തൊട്ടടുത്തുള്ള വീടെന്ന നിലയിൽ വരും. അപ്പൊ നിങ്ങൾ പ്രതിസന്ധിയാവും. അതെ, പിന്നെ ബോർവെല്ലുള്ളത് കൊണ്ട് കുറച്ച് അതിൽ നിന്ന് മാത്രം ടാങ്കിൽ അടിച്ചു കയറ്റാൻ പറ്റുന്നതേ ഉള്ളൂ, അല്ലാതെ പറ്റത്തില്ല. അപ്പോഴും കുടിവെള്ളത്തിന് പ്രശ്നമാണ്. കുടിവെള്ളത്തിന് പ്രശ്നം ഒട്ടുമില്ല. രാത്രി ഒന്നിനും പൈപ്പിലുള്ളതല്ലായിരുന്നു. നിങ്ങൾ വിളിച്ചിരുന്നോ? സാധാരണ നമ്മൾ വെള്ളമില്ല ജല അതോറിറ്റി 116 വിളിച്ചു. അപ്പൊ അവര് പറഞ്ഞ് നിങ്ങൾ ഉള്ള വെള്ളം പിടിച്ചു വെച്ച് ഉപയോഗിക്കാൻ പറ. അവര് പറയും പൊങ്കാലയായിട്ടും ഉള്ള വെള്ളം അവർക്കറിയാം. ഉള്ള വെള്ളം കുറച്ച് പിടിച്ചു വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ. എന്താ പ്രശ്നം അവര് പറഞ്ഞു? ഇല്ല, അതങ്ങനെയൊന്നും എന്തോ പണിയായിരിക്കും, അങ്ങനെയൊന്നും പറഞ്ഞില്ല. റഹീസ്, പക്ഷേ ഇപ്പോൾ ജല അതോറിറ്റിയുടെ പണിയൊന്നും നടക്കുന്നില്ലല്ലോ തിരുവനന്തപുരത്ത്. എവിടെയാണ്? ഇത് ആദ്യത്തെ പൊങ്കാലയ്ക്കാണ്. റഹീസ്, കഴിഞ്ഞ വർഷം ഒന്നും ഇങ്ങനെ പൊങ്കാലയ്ക്ക് വെള്ളം ഇല്ലായിരുന്നിട്ടില്ല. റഹീസ്, നമുക്ക് അറിയേണ്ടത് ഈ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ടോ? അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം പിടിച്ചു വെച്ച് ഉപയോഗിക്കാനൊക്കെ ഉപദേശിക്കാനല്ലോ വാട്ടർ അതോറിറ്റിയെ നമ്മൾ വെച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ തിരുവനന്തപുരം നഗരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾ ഉണ്ടെങ്കിൽ വെള്ളം നേരത്തെ പിടിച്ചു വെക്കേണ്ടതുണ്ടെങ്കിൽ അത് അറിയിക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പൊതുമരാമത്ത് വകുപ്പ് അല്ല ജലവിഭവ വകുപ്പിൻ്റെതുണ്ട്. അതിനകത്തേക്ക് നോക്കുകയാണ്. പക്ഷേ ഈ അടുത്ത ദിവസമൊന്നും അങ്ങനെ ഒരു ആറ്റുകാൽ പൊങ്കാല ദിവസമോ മറ്റും നഗരത്തിൽ കുടിവെള്ള പ്രശ്നം വരും എന്നൊരു മെസ്സേജ് അതിനകത്ത് വന്നിട്ടില്ല. സാധാരണ നമ്മൾ മാധ്യമപ്രവർത്തകരെ അറിയിക്കാനുള്ള ഒരു ഗ്രൂപ്പാണിത്. ആ ഗ്രൂപ്പിൽ ഏതെങ്കിലും ദിവസമല്ല, ഒരാഴ്ച മുമ്പ് തന്നെ അവർ മെസ്സേജ് അയക്കാറുണ്ട്. ഇപ്പം അടുത്ത വ്യാഴാഴ്ച ആണില്ലെങ്കിൽ ഇന്ന് തന്നെ അയക്കാറുണ്ട്. അടുത്ത തിരുവനന്തപുരത്ത് താമസിക്കുമ്പോഴായാലും ഇന്ന മേഖലകളിൽ അറ്റകുറ്റപ്പണി നടക്കുന്നു, അതുകൊണ്ട് കുടിവെള്ളം എത്തില്ല എന്നതൊക്കെയുള്ള നേരത്തെ തന്നെ അലർട്ടുകളായി നൽകുന്ന സംവിധാനമുണ്ട്. പക്ഷേ ഇവിടെ ഒരു അലർട്ടും ഇല്ലാതെ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി വെള്ളം നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് മണക്കാട് ഭാഗത്ത് സംഭവിച്ചത് എന്നത് നമുക്കൊന്ന് അന്വേഷിക്കുക മാത്രമല്ല ഇത് പരിഹരിക്കാൻ അധികൃതർ ഒന്ന് ഇടപെടണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടിയാണ്. പ്രത്യേകിച്ചും പൊങ്കാല ദിവസമൊക്കെ ഒരുപാട് പേർ ഈ കുടിവെള്ളത്തിനായി, പ്രത്യേകിച്ചും ചൂട് സമയമാണ്, പൊങ്കാല ഇട്ട് തിരിച്ച് വരുന്ന ആളുകൾ, അതടക്കം വെള്ളത്തിന്റെ ഉപയോഗം കൂടി വരുന്ന സമയം കൂടിയാണ്. അപ്പോൾ അതടക്കം നമുക്ക് എന്താണ് എന്നൊന്ന് അറിയണം. അതോടൊപ്പം അതിൻ്റെ ഒരു പരിഹാരവും അത്യാവശ്യമാണ്. റോഷി അഗസ്റ്റിനെ തന്നെ നമുക്കൊന്ന് ടെലിഫോൺ ലൈനിൽ ശ്രമിക്കാവുന്നതാണ്. റഹീസ് റഷീദ്, ഇപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഞാനും ഇപ്പോൾ നോക്കി, തിരുവനന്തപുരത്ത് അങ്ങനെ വെള്ളം മുടങ്ങും അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി നടക്കുന്നു എന്ന അറിയിപ്പുകളൊന്നും കാണുന്നില്ല. ഇനി നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ അങ്ങനെ എന്തെങ്കിലും പണികൾ, അതും പൊങ്കാല ദിവസം സാധ്യതയുമില്ലല്ലോ. പ്രത്യേകിച്ചും എല്ലാം പൊങ്കാലയ്ക്കായി, എല്ലാ സജ്ജീകരണങ്ങളും പൊങ്കാലയ്ക്കായി വിനിയോഗിക്കുകയാണല്ലോ പതിവ്.
ഒരിക്കലും പൊങ്കാല ദിവസം അറ്റകുറ്റപ്പണി നടത്തുന്ന ഒരു സാഹചര്യം എന്തായാലും ഉണ്ടാവില്ല. ഞാൻ ഗ്രൂപ്പിൽ വീണ്ടും നോക്കി. സാധാരണഗതിയിൽ എല്ലാ തവണയും ഗ്രൂപ്പിൽ മെസ്സേജ് വരാറുള്ളതാണ്. അങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും മെസ്സേജ് വരാൻ വേണ്ടി ഇന്ന് വെള്ളം ഉണ്ടാവില്ല എന്ന് അവർക്ക് ഉറപ്പുവരുത്തുകയാണെങ്കിൽ അത് പരിഹരിക്കാൻ, അത് പാതിരാത്രി നിന്നോ പുലർച്ചെ നിന്നോ പരിഹരിക്കാനുള്ള ഒരു ശ്രമമായിരിക്കും ജലവിഭവ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത്. പക്ഷേ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പം റെസിഡൻസ് അസോസിയേഷൻ മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു വീട്ടുകാരോട്, ഒരു കുടുംബത്തോട് സംസാരിച്ചപ്പോൾ അവർ ബന്ധപ്പെട്ട ഓഫീസിൽ വിളിച്ച് ഈ പ്രശ്നം പറഞ്ഞപ്പോൾ വെള്ളം കുറവാണ്, നിങ്ങൾ പിടിച്ചു വെച്ച് കുറച്ചായി നമ്മളിപ്പോൾ ഡെപ്യൂട്ടി മേയറെ വിളിച്ചു. റഹീസ്, ഒരു കാര്യം കൂടി അറിയിക്കാം. നമ്മളിപ്പോൾ ഡെപ്യൂട്ടി മേയറെ വിളിച്ചപ്പോൾ ഇത് വ്യാജ വാർത്തയാണ്, വെള്ളമില്ല എന്ന് പറയുന്നത്. അടുത്തുള്ള ഒരു വീട്ടിലേക്ക് കയറി അദ്ദേഹത്തെ അതൊന്ന് കാണിച്ചു കൊടുക്കാം. അദ്ദേഹം ഇപ്പോൾ റിപ്പോർട്ടർ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് വെള്ളമില്ല എന്ന് പറഞ്ഞവരുടെ ആശങ്കയാണ്. ഞങ്ങൾക്ക് വന്ന ഒരു സന്ദേശത്തിൽ നിന്നാണ് തുടക്കം. അതിനുശേഷം നമ്മളിപ്പോൾ ആ പ്രദേശത്തുള്ള ആളുകളുമായി സംസാരിച്ചു, കൗൺസിലറുമായി സംസാരിച്ചു. വീട്ടിൽ കയറി വീട്ടിൽ വെള്ളം പിടിച്ചു വെക്കാൻ വാട്ടർ അതോറിറ്റിയിൽ വെള്ളമില്ല എന്ന് അറിയിച്ചപ്പോൾ പറഞ്ഞു എന്ന് പറയുന്ന ബൈറ്റടക്കം നമ്മൾ കാണിച്ചതാണ്. റഹീസ്, ഒന്നുകൂടി ഡെപ്യൂട്ടി മേയറുടെ ശ്രദ്ധയിലേക്കായി നമുക്കിതൊന്ന് വിഷയം എന്താണ് എന്നുള്ളത് അവിടെയുള്ള ഒരു വീട്ടിൽ നിന്നുള്ള ഒരു എക്സാമ്പിളായി കാട്ടിക്കൊടുക്കാമെന്ന് തോന്നുന്നു. ഓക്കെ സുജയ, അതിലേക്ക് കയറാൻ മുമ്പ് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളുടെ അറിവിലേക്ക് കൂടി പറയാം. ഡെപ്യൂട്ടി മേയർ പറയുന്നത് ഇത് വ്യാജ വാർത്തയാണ്, വെള്ളമില്ലാത്തൊരു പ്രശ്നമില്ല എന്നാണ്. ഇവിടെ വ്യാജ വാർത്ത വന്നാൽ തുറന്ന് നോക്കട്ടെ, നമ്മുടെ പൈപ്പൊക്കെ തുറന്ന് നോക്കട്ടെ, വെള്ളം ഉണ്ടാവല്ലോ. ഇന്നലെ രാത്രിയും വെള്ളമില്ല, ഇന്ന് രാവിലെയും വെള്ളമില്ല. ഈ പ്രദേശത്ത് ഒന്ന് അന്വേഷിച്ചാൽ, ആരോട് അന്വേഷിച്ചാലും അറിയാൻ സാധിക്കും വെള്ളമില്ലാത്ത കാര്യം. വ്യാജ വാർത്ത നമ്മൾ പറയേണ്ട ഒരു ആവശ്യം നമുക്കില്ല. കാരണം ഈ വെള്ളമില്ലാത്തെങ്കിൽ വെള്ളമില്ലാന്ന് ഇതുവരെ ഈ പൊങ്കാലയ്ക്ക് ഇത്രയും വെള്ളമില്ലാതെ ഒരു ദിവസം പോലും ഇല്ല. ഇപ്പം നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാകുന്നതാണ് വെള്ളമില്ലാത്ത കാര്യം. ഏത് വീട്ടിൽ വന്ന് തുറന്നു നോക്കിയാലും ആരോ ചോദിച്ചാലും വെള്ളമില്ല എന്നുള്ള ഒരു വാർത്ത. ചേട്ടാ, നിങ്ങൾ ഇവിടെ തന്നെയുള്ള ഈ പ്രദേശത്തുള്ള ആളല്ലേ, വെള്ളം ഇല്ലാത്ത പ്രശ്നം ഉണ്ടാവും? വെള്ളം ഫോഴ്സ് ഇല്ല, കാരണം തുറക്കുമ്പോഴത്തേന്ന് ഫോഴ്സ് ഇല്ല. ഇന്നലെ തൊട്ട് ഈ പ്രശ്നമുണ്ട്? ഇന്നലെ അല്ല, 1-2 ദിവസം കൊണ്ട് ഈ ലൈനിൽ, നമ്മുടെ ഈ ലൈനിലൊക്കെ പ്രശ്നമാണ്. അപ്പൊ നിങ്ങൾ വിളിക്കുമ്പോ എന്താ പറയുന്നത്? നമ്മള് റെസിഡന്റ് സെക്രട്ടറിയെ കണ്ടു, പറഞ്ഞു. അതെ, അപ്പൊ പാർട്ടി മെമ്പറാ? അതെ, പാർട്ടി മെമ്പറാണ്. പിന്നെ ഫോഴ്സ് ഇല്ല. വെള്ളം ഇങ്ങനെ തുറക്കുമ്പോൾ നൂലുമല്ല വരുന്നു, ഒരിടത്ത് തുറന്നാൽ ഒരിടത്ത് വരുന്നില്ല. ഒന്ന് കാട്ടിത്തരാൻ പറയോ? പ്രശ്നം തന്നെയാണ് സുജയ. നമ്മൾ ഈ കുറച്ച് നേരത്തെ നമ്മുടെ ശ്രീവരാഗം വാർഡ് കൗൺസിലർ ഡെപ്യൂട്ടിയെ വിളിച്ച് ഒരു ടാങ്ക് വെള്ളം വരാൻ വേണ്ടി വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂറിന് മുമ്പേ ഡെപ്യൂട്ടി മേയറെ വിളിച്ചു. ഉദ്യോഗസ്ഥന്മാരാണ് കഴിവില്ലാത്ത, ഒന്നും അറിഞ്ഞൂടാത്ത കുറെ ഉദ്യോഗസ്ഥന്മാര് ആ വാട്ടർ അതോറിറ്റി ഇരിപ്പുണ്ട്. അവരെ കഴിവേടാണ്. ഇതുവരെ ഇങ്ങനെ ഒരു പ്രശ്നം വെള്ളമില്ലാത്ത പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. വെള്ളം ഉണ്ടെന്നാ പറയുന്നത്. ഫോഴ്സ് ഇല്ല. നമുക്കപ്പോൾ വെള്ളം എത്തിക്കുക എന്നതാണ് പ്രധാനം. ഡെയിലി മെയിൻ്റനൻസ് ആണ് ജോലി. റഹീസ്, നമുക്ക് അവിടെ വെള്ളം എത്തിക്കുക എന്നതാണ് പ്രധാനം. അതിനായിപ്പോൾ കൗൺസിലറോട് ഉണ്ടെങ്കിൽ കൗൺസിലറോടൊന്ന് മേയറെ വിളിക്കാൻ പറയൂ. കൗൺസിലർ അല്ലേ ഇതിലൊക്കെ ഇടപെടേണ്ടത്. പറഞ്ഞു, അങ്ങനെ നോക്കാമെന്ന് പറഞ്ഞിരുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം വ്യാജ വാർത്ത എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കുന്നില്ല. ഓക്കെ, കൗൺസിലർ തൊട്ട് മുമ്പ് നമ്മൾ ലൈവ് എടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പുറത്തേക്ക് പോയി. അദ്ദേഹത്തെ വിളിച്ച് ബന്ധപ്പെടാൻ പറഞ്ഞിട്ട് ശേഷമുള്ള അപ്ഡേഷൻസ് അറിയിക്കാം സുജയ. ഓക്കെ, താങ്ക് യു റഹീസ് റഷീദ്. നമുക്ക് വെള്ളമില്ല എന്നുള്ളത് അവരുടെ ആവലാതിയാണ്. ആ ആവലാതി ഉത്തരവാദിത്തപ്പെട്ട അധികൃതരുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ആ പ്രദേശത്തേക്ക് അവർക്ക് വെള്ളത്തിന്റെ, ചിലയിടങ്ങളിൽ വെള്ളത്തിന് ഫോഴ്സ് കുറവാണ് എന്ന് പറയുന്നു, ചിലയിടങ്ങളിൽ വെള്ളം വരുന്നതേ ഇല്ല ഇന്നലെ വൈകിട്ട് മുതൽ എന്ന് പറയുന്നു. അവിടെയൊക്കെ താമസിക്കുന്ന ആളുകൾ തന്നെ പറയുന്നതാണ്. അല്ലാതെ നമ്മൾ ആരും മണക്കാട് ഭാഗത്ത് താമസിക്കുകയോ അത് നേരിട്ട് കാണുകയോ ചെയ്യുന്നവരല്ലല്ലോ. നമ്മൾ ആളുകൾ അറിയിക്കുമ്പോൾ അവിടേക്ക് എത്തുന്നു. ആ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക്, അധികൃതരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഇത് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ചു കൊടുക്കണം.